നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ വളരെ വലിയ ഒരു സംഭാഷണ വിഷയമാണ്. വി.ഡി. സതീശൻ വനവാസത്തിന് പോകുമോ, അതോ പിണറായി വിജയനെ ജനങ്ങൾ വനവാസത്തിൽ അയക്കുമോ? ഇതാണ് വളരെ കൃത്യമായൊരു ചോദ്യം. വി.ഡി. സതീശൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു ആവേശത്തള്ളലിൽ, ഒരു TV ചർച്ച നടക്കുന്നതിൻ്റെ ഒരു ബൈറ്റ് കൊടുക്കുന്നതിൻ്റെ ആവേശത്തള്ളലിൽ പറഞ്ഞു, ഞാൻ വനവാസത്തിന് പോകും, 100 സീറ്റ് കിട്ടി, ജയിച്ചില്ലെങ്കിൽ 100 സീറ്റ് നേടും എന്ന് പറഞ്ഞു. അപ്പോൾ നേടിയില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ അതിൽ ഉറച്ചു നിന്നു. പിന്നെ അത് മാറ്റി ഉരുണ്ട്. സാധാരണ രാഷ്ട്രീയക്കാരാണെങ്കിൽ, ശരാശരി രാഷ്ട്രീയക്കാരാണെങ്കിൽ അത് പിന്നെ ഉരുണ്ട് പെരണ്ട് അതിനകത്ത് പോകും. പക്ഷേ അദ്ദേഹം ചെറുതായിട്ടൊന്ന് മേൽഡാക്കി, അത് ഞാൻ നല്ല മെജോറിറ്റി കിട്ടും, നല്ല ഭൂരിപക്ഷം കിട്ടുമെന്നാണ് ഉദ്ദേശിച്ചത്. 100 എന്ന് പറഞ്ഞത് ഭൂരിപക്ഷമാണ് ഉദ്ദേശിച്ചത്. എന്നാൽ അതെല്ലാം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞ ദിവസം മാതൃഭൂമി.com വീണ്ടും അദ്ദേഹം ഒരു അഭിമുഖം കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി അതിവൈകാരികമായി അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഈ സംസ്ഥാനത്ത് ഇത്രയധികം കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും ഇത്രയധികം സംഘടനാ കാര്യങ്ങളെ ശ്രദ്ധിക്കുകയും ഈ കഴിഞ്ഞ 3-4 ഉപതെരഞ്ഞെടുപ്പുകളിൽ വളരെ ശക്തമായി നേതൃത്വപരമായ സ്ഥലത്ത് നിൽക്കുക, ഒരുപാട് നേതാക്കളുണ്ടായിരുന്നെങ്കിലും നേതൃത്വപരമായ സ്ഥലത്ത് നിൽക്കുകയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേതൃത്വപരമായ ഒരു സ്ഥലത്ത് പ്രതിപക്ഷ നേതാവ് നിലയിൽ ഉണ്ടാവുകയും പല നേതാക്കളോടൊപ്പം ഉണ്ടാവുകയും ചെയ്ത ഞാൻ തോറ്റുപോയാൽ, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഭരണം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം? അതുകൊണ്ട് തീർച്ചയായും വനവാസത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് ഒന്നുകൂടി മാതൃഭൂമി.com ഇന്നലെ അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ വനവാസത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. പാർലമെൻ്ററി രംഗത്തുനിന്ന് മാറിയാൽ മതി. മത്സര രംഗത്തുനിന്ന് മാറുക, രാഷ്ട്രീയ രംഗത്തുനിന്നേ പോകേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇനി മത്സര രംഗത്തുനിന്ന് മാറേണ്ട കാര്യമില്ല. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സംഭവ്യമാണ്. പലരും പലതും പറയും, പിന്നെ തുടരും, ഇതൊക്കെ ഉണ്ട്. അതൊരു കേവല അതിവൈകാരിക വിഷയമായി എടുക്കേണ്ട കാര്യമില്ല. എന്തായാലും വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇങ്ങനെ സ്വന്തമായി വെല്ലുവിളിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകാം. അതേസമയം ഇപ്പുറത്താണെങ്കിൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ഭരണം കിട്ടാതിരുന്നപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിനും മൂന്നാമത്തെ ഭരണം കിട്ടാതെ വരുമ്പോൾ അദ്ദേഹത്തിനും പ്രതിസന്ധി വരാം. കാരണം അദ്ദേഹം ഒറ്റയ്ക്കാണിത് തോളിലേറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മുഴുവൻ പ്രവർത്തനങ്ങളും ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുന്നത് കൊണ്ട്, കാരണം പത്രസമ്മേളനങ്ങളാകട്ടെ, ബൈറ്റ് കൊടുക്കുന്നതാകട്ടെ, പ്രചരണ നായകനെ, മറ്റൊരു നായകനെയും കാണാനില്ല, മറ്റൊരാളുമില്ല ഇതിനകത്ത് പറയാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായി ഒരു രസകരമായ കാര്യം നടക്കുന്നത്, പിന്നെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക, കാര്യമായി അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാൽ പിണറായി വിജയൻ്റെയും CPM-ൻ്റെയും വാട്ടർലൂ ആകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ 2 സാധ്യതകളാണ് നമ്മളെ മുന്നിലുള്ളത്. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ 2 നേതാക്കൾ, അതായത് ഒന്ന് പ്രതിപക്ഷത്തെ നേതാവ്, മറ്റൊന്ന് ഭരണപക്ഷത്തെ നേതാവ്, 2 നേതാക്കൾ 2 രീതിയിൽ നമ്മളോട് പെരുമാറുന്നു, നമ്മളെ കാണുന്നു ഒക്കെ ചെയ്യുന്നു. 2 മുന്നണി അവർ നയിക്കുന്നുണ്ട്. ഇതിൽ ഏത് മുന്നണി അധികാരത്തിൽ വരും? ഇപ്പോൾ ആദ്യം നല്ല ട്രെൻഡാണ് UDF കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ദിവസങ്ങൾ പോകുന്തോറും SDPI, ജമാഅത്ത് ഇസ്ലാമി, PDP, വ്യത്യസ്ത പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. പലർക്കും എന്ത് കൊടുക്കുന്നു, പിന്നെ പിന്തുണ കൊടുക്കുന്നു. അതുപോലെ തന്നെ പിന്നെ വിവാദങ്ങൾ ഒരുപാട് വരുന്നു, ഡീലിനെ കുറിച്ചുള്ള ചർച്ച വരുന്നു. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും മുറുകി വരികയാണ്. അതേസമയം ഇന്നലെ മനോരമയുടെ സർവേ പറയുന്നത് വലിയ അപ്പർ ഹാൻഡാണ്, 82-83 സീറ്റോടുകൂടി UDF വരുമെന്നാണ്. എന്നാൽ വേറെ ചില സർവേകൾ പറയുന്നത് 72 സീറ്റോടുകൂടി LDF വരുമെന്നാണ്. അപ്പോൾ LDF വന്നാലും UDF വന്നാലും NDA എന്തായാലും 1 മുതൽ 5 സീറ്റ് വരെ പിടിക്കും. ആദ്യം 1 സീറ്റാണ് പറഞ്ഞത്, നിയമം മാത്രമാണ് എല്ലാവരും ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ 5 സീറ്റിലേക്ക് മാറിയിട്ടുണ്ട്. ചില സർവേകൾ 7 സീറ്റിലേക്ക് പോയിട്ടുണ്ട്. അതൊരു വലിയ ട്രെൻഡാണ് NDA സംബന്ധിച്ച് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു തൂക്കുസഭയാകാൻ സാധ്യതയുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. അല്ല, കേവല ഭൂരിപക്ഷം, നല്ല ഭൂരിപക്ഷത്തോട് 80-85 സീറ്റോടുകൂടി UDF വരുമോ? അങ്ങനെയാണെങ്കിൽ സതീശൻ്റെ ഈ വനവാസ പ്രശ്നമൊക്കെ തീർന്ന് അങ്ങനെ ഒരു പോവും. അതേസമയം അല്ല, വീണ്ടും 72-75 സീറ്റിനകത്ത് LDF വരുമോ എന്നുള്ളതും വളരെ ഗൗരവതരമായ കേരള സമൂഹം ചിന്തിക്കുന്നൊരു ചോദ്യമാണ്. എന്തായാലും 3 പേരുടെയും പ്രകടന പത്രികകൾ പുറത്തു വന്നിട്ടുണ്ട്. വമ്പൻ വാഗ്ദാനങ്ങളാണ് 3 പേരും കൊടുത്തിരിക്കുന്നത്. നമ്മൾ തുടർ ദിവസങ്ങളിൽ അവരുടെ ഓരോരുത്തരുടെ പ്രകടന പത്രികയെ സംബന്ധിച്ചും വിശദമായ വീഡിയോ ചെയ്യുന്നുണ്ട്. എന്തായാലും വളരെ ഗൗരവതരമായ രീതിയിൽ വനവാസത്തിന് ആരെങ്കിലും, സതീശൻ സ്വാഭാവികമായി പോകുമെന്ന് പറയുന്നു,
പിണറായി വിജയനെ ആണ് തോറ്റുപോകുന്നതെങ്കിൽ ജനങ്ങൾ വനവാസത്തിന് അയക്കും. ഇതിലേതാണ് സംഭവിക്കുക എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും രണ്ടിലൊരു രാഷ്ട്രീയ നേതാവ് അസ്തമിക്കുന്ന നമുക്ക് കാണാം. സൂര്യനെ പോലെ ഉദിച്ചുയർന്ന പിണറായി വിജയനാണോ ഈ സായന്തനത്തിൽ അദ്ദേഹത്തിൻ്റെ വയസ്സ് 80 കഴിഞ്ഞ കാലത്ത് അദ്ദേഹമാണോ വാട്ടർലൂവായി അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്, അതോ അധികാരത്തിലേക്ക് ഉദിച്ചുയരാൻ നിൽക്കുന്ന താരതമ്യേന ചെറുപ്പക്കാരനായിട്ടുള്ള വി.ഡി. സതീശൻ, ഇനി ഒരുപാട് ഭാവിയുള്ള, പല പ്രാവശ്യം വേണമെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ ആകാൻ ഭാവിയുള്ള, മന്ത്രിയാവാനൊക്കെ ഭാവിയുള്ള വി.ഡി. സതീശൻ്റെ രാഷ്ട്രീയ ഭാവിയാണോ തീരുമാനിക്കുന്ന നിലയിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പോകുന്നു എന്നുള്ളതും ഒരു വലിയ കാഴ്ചയാണ്. പക്ഷേ വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പലവട്ടം അദ്ദേഹത്തിന് അർഹമായ പലതും കിട്ടിയില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. നേരത്തെ തന്നെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയാകണമെന്നൊക്കെ ആഗ്രഹിച്ചെങ്കിലും നടക്കാത്ത ആളാണ്. അന്ന് പിണങ്ങിയൊക്കെ നടന്നു. അതിനുശേഷമൊക്കെയാണ് പ്രതിപക്ഷ നേതാവൊക്കെ ആയത്. അപ്പോൾ എന്തായാലും വി.ഡി. സതീശൻ്റെ രാഷ്ട്രീയ ഗ്രാഫിൽ, രാഷ്ട്രീയ ഭാവിയിൽ ഒരു വര വീഴുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതുപോലെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ വര വീഴാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ ഇത് ഏതെടുക്കും, എന്ത് കൊടുക്കും, ആരുടെ അതിവൈകാരികമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ജനങ്ങൾ മനസ്സിലാക്കുക എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. നമുക്ക് കാത്തിരുന്നു കാണാം. തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നേ ഇനിയും ഏപ്രിൽ 9 ആവാൻ ഇനി 9 ദിവസമുണ്ട്. 9 ദിവസത്തിനിടയിൽ ഒരാഴ്ചക്കാലം മതി ശരിക്കും പറഞ്ഞാൽ ഈ മാറ്റങ്ങൾക്കൊക്കെ വരാൻ. ഇനിയിപ്പോൾ പ്രധാനമന്ത്രി ഒരു പ്രാവശ്യം കൂടെ വരാനിരിക്കുന്നു. JB നദ്ദ വരുന്നു, പിന്നെ അമിത്ഷാ വരുന്നു, അങ്ങനെ BJP നേതാക്കൾ വരുന്നു, പ്രിയങ്ക ഗാന്ധി വരുന്നു. സോണിയാഗാന്ധിക്ക് സുഖമില്ല, അതുകൊണ്ട് അവർ വരത്തില്ല. അതിനുശേഷം മറ്റ് നേതാക്കളെല്ലാം, കോൺഗ്രസിൻ്റെ നേതാക്കൾ വരുന്നു, CPM-ൻ്റെ അഖിലേന്ത്യാ നേതാക്കൾ, മറ്റ് സംസ്ഥാനങ്ങളിലെ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ അവർക്ക് സംസ്ഥാനമൊന്നുമില്ല കയ്യിൽ, എന്നാലും ഉള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്ക് വരാമല്ലോ. അങ്ങനെ പലരും താരപ്രചാരകർ ഇപ്പോൾ കുറവാണ് CPM-ന്. ഇവിടെ ഉള്ള ആശാന്മാരൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് പിണറായി വിജയൻ ഇറങ്ങിയ ഫുൾ ടൈം നിന്ന് ഇത് ഹോൾസെയിൽ കച്ചവടം പോലെ നിൽക്കുന്നത്. പക്ഷേ എന്തായാലും എല്ലാ താരപ്രചാരകർ, പിന്നെ സെലിബ്രിറ്റികൾ, ഒരുപാട് ആളുകൾ ഈ രംഗത്ത് വരുന്നുണ്ട്. ഈ വരണത്തിൽ നമ്മളൊരു ചോദ്യമാണ് ആദ്യമേ തുടക്കത്തിൽ ചോദിച്ചത്. വനവാസം ആര് പോകും? സതീശന് വനവാസമുണ്ടോ, അതോ പിണറായിയെ ജനങ്ങൾ വനവാസത്തിന് അയക്കുമോ?